കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് പുനർനിർമ്മിക്കുന്നതോടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൌണായി കുമ്പിടി മാറുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. റോഡ് നവീകരണത്തിന് സ്ഥലം ഏറ്റെടുപ്പിന്റെ ഭാഗമായി ആനക്കര വില്ലേജിലെ സ്ഥലമുടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത 12 മീറ്റർ വീതിയിൽ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 128 കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി ആനക്കര, പട്ടിത്തറ, തൃത്താല വില്ലേജുകളിലായി ഏകദേശം 44 ഏക്കർ ഭൂമിയോളം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്ക്. ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയായി. കുമ്പിടി വരെയുള്ള സെന്റർ ലൈൻ മാർക്കിംഗും പൂർത്തിയായിട്ടുണ്ട്. വശങ്ങൾ മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. നിലവിൽ ഈ റോഡ് റീടാർ ചെയ്യുന്നതിന് കിഫ്ബിയിൽ നിന്നും 2,48 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരു മാസത്തിനകം അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് റീടാറിംഗ് നടത്തി പൂർണ്ണ ഗതാഗത യോഗ്യമാക്കും. ഈ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വർഷക്കാലത്തിന് മുൻപുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും ടെൻഡർ ആയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതാണ് വ്യത്യാസം. അതുണ്ടാക്കുന്ന മാറ്റം എത്ര വലുതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കുമ്പിടി പഴയ കുമ്പിടി ആവില്ല എന്നുള്ളത്. പിന്നെ കോഴിക്കോട്ടേക്ക് കറങ്ങി തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല, ഇതുവഴിയായിരിക്കും ആളുകൾ സഞ്ചരിക്കുക, വാഹനങ്ങൾ ഒക്കെ. അപ്പം അതനുസരിച്ച് റോഡും വേണം, മെച്ചപ്പെട്ട റോഡ് വേണം. ഇനി അപ്പുറത്ത് പട്ടാമ്പി പുതിയ പാലം നമ്മൾ ഉണ്ടാക്കുകയാണ്. വലിയ വിശാലമായിട്ടുള്ള പാലം കിഫ്ബി പദ്ധതി തന്നെ അവിടെയുമുണ്ട്. അതിൻ്റെ സ്ഥലമെടുപ്പിൻ്റെയും ആദ്യവട്ട യോഗം കഴിഞ്ഞു. ഇനി ആ നടപടികളിലേക്ക് കിടക്കണം. ഇത്രയും സ്ഥലം വേണ്ട, കാരണം പാലത്തിനുള്ള കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമായിട്ട് വരൂ. 10-13 പേരുടെ മാത്രമേ ഈ ഭാഗത്ത് തൃത്താലയിൽ ആവശ്യമായിട്ട് വരൂ. അപ്പുറത്തും അത്രയാണ് ആവശ്യമായിട്ട് വരും. അപ്പം അതോടുകൂടി തൃത്താലയിലേക്കുള്ള ആ പ്രവേശന കവാടവും ഈ പ്രവേശന കവാടവും വളരെ ഗംഭീരമായിട്ട് മാറും. ഇടയ്ക്കുള്ള റോഡും വളരെ ഉയർന്ന നിലവാരത്തിലാവും. ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ, അത് വരപ്പ് ഈ റോട്ടിൽ കൂടെ എങ്ങനെ പോകും എന്നൊരു പ്രശ്നം പലരുടെയും ചിന്തയിലുണ്ടാവും. കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്നാവാൻ, 2-3 കൊല്ലം അതിനെടുക്കും. ഇപ്പോൾ 2,48 ലക്ഷം രൂപ റീടാറിങ്ങിന് പാസ്സായിട്ടുണ്ട്. കാരണം ഇത് ഭൂമി ഏറ്റെടുത്തേ നമുക്ക് പുതിയ റോഡ് നിർമ്മിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് അതുവരെയുള്ള പ്രശ്നം പരിഹരിക്കാൻ ഉടൻ ഓഗസ്റ്റിൽ തന്നെ അത് ടെൻഡറാവും. മഴ കഴിഞ്ഞാൽ ഉടൻ വർക്ക് ആരംഭിക്കും. 2,48 ലക്ഷത്തിന് റീടാറിങ് നിലവിലുള്ള 5.5 മീറ്റർ. കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, KRFB ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ജീവനക്കാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, കെട്ടിട ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടിത്തറ, തൃത്താല വില്ലേജുകളിലും സമാനമായി യോഗം ചേരും. NCV ന്യൂസ്, തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.